യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം സംഖ്യാപുസ്തകം 14-15 അധ്യായങ്ങളും സങ്കീർത്തന പുസ്തകത്തിലെ 90-ാമത്തെ അധ്യായവുമാകുന്നു. ഈ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവിശ്വാസത്തിൻ്റെ ഗൗരവം, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവവിധിയുടെ ഉറപ്പും അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണയും നിത്യവിശ്വസ്തതയും വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 90 ഈ അധ്യായങ്ങളുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് മോശ എഴുതിയ സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് അവിശ്വാസവും കലഹവും കാരണം ഒരു തലമുറ മുഴുവൻ മരുഭൂമിയിൽ നശിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മോശയുടെ ഹൃദയത്തിലുണ്ടായ വേദനയും ആത്മീയ ബോധ്യവും ഇതിൽ പ്രതിഫലിക്കുന്നു. ആയതിനാലാണ് വായനക്കാർക്ക് മനസ്സിലാവുന്നതിനായി 90-ാം സങ്കീർത്തനവും ഇതോടൊപ്പം ചേർത്തിരിക്കുന്നത്. കനാൻ ദേശത്ത് നിന്ന് 12 ചാരന്മാർ മടങ്ങിയെത്തിയപ്പോൾ അവരിൽ 10 പേർ ജനങ്ങളിൽ ഭയവും നിരാശയും പരത്തി. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നതിന് പകരം ജനങ്ങൾ കരഞ്ഞു, പിറുപിറുത്തു. പിന്നെ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ പോലും ആഗ്രഹിച്ചു. ദൈവം തങ്ങളെ നശിപ്പിക്കാനാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. യോശുവയും കാലേബും മാത്രമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നത്. ദേശം നല്ലതാണെന്നും ദൈവം ജയമരുളാൻ ശക്തനാണെന്നും അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ജനങ്ങൾ അവരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. അവരെ കല്ലെറിഞ്ഞു കൊല്ലാനും അവർ ആലോചിച്ചു. ഈ അധ്യായം ഒരു പ്രധാന ആത്മീയ സത്യം വെളിപ്പെടുത്തുന്നു. അവിശ്വാസം ഒരു ദൗർബല്യം മാത്രമല്ല, അത് ദൈവത്തിനെതിരായ കലഹമാണ്. ചെങ്കടൽ പിരിഞ്ഞത്, മന്ന ലഭിച്ചത്, പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചത്, അനുഭവിച്ചതായ ദൈവസാന്നിധ്യം, ഇവയെല്ലാം കണ്ടിട്ടും അവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അതിനാൽ ദൈവം ആ തലമുറയ്ക്കെതിരെ വിധി പ്രസ്താവിച്ചു. യോശുവയെയും കാലേബിനെയും ഒഴികെ 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മരുഭൂമിയിൽ മരിക്കും. പുതിയ തലമുറ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവർ 40 വർഷം അലഞ്ഞു തിരിയും. ഇത് ശിക്ഷ മാത്രമല്ല, സ്ഥിരമായ അവിശ്വാസത്തിൻ്റെ ഫലവുമാണ്. ദൈവിക വാഗ്ദാനങ്ങൾ വിശ്വാസത്തിലൂടെയാണ് കൈവരിക്കുന്നത്. ഭയം കാരണം ഇസ്രായേൽ അവരുടെ അവകാശം നഷ്ടപ്പെടുത്തി. ആത്മീയമായി സംഖ്യാപുസ്തകം 14 വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഭയം, നെഗറ്റീവ് ചിന്ത, ലൗകിക മനോഭാവം എന്നിവ വിശ്വാസത്തെ ജയിക്കരുത്. ഇന്നും അനേക ക്രിസ്ത്യാനികൾ ദൈവിക വാഗ്ദാനങ്ങൾ അറിയുന്നുവെങ്കിലും തോൽവിയിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. ദൈവം ചിലപ്പോൾ വിശ്വാസികളെ പ്രയാസകരമായ വഴികളിലേക്ക് വിളിക്കുന്നു. ശുശ്രൂഷ, ത്യാഗം, അനുസരണം, ക്ഷമ, കൂടുതൽ സമർപ്പണം. എന്നാൽ ഇസ്രായേൽ പോലെ പലരും മല്ലന്മാരെ നോക്കുന്നു, ദൈവത്തെ അല്ല. പുതിയ നിയമവും ഈ സംഭവത്തെ മുന്നറിയിപ്പായി ഉപയോഗിക്കുന്നു. അവിശ്വാസം ദൈവത്തിൻ്റെ വിശ്രമത്തിലും പൂർണ്ണ ഉദ്ദേശത്തിലും പ്രവേശിക്കുന്നത് തടയാം. എന്നിരുന്നാലും വിധിയുടെ നടുവിൽ ദൈവകരുണ കാണുന്നു. മോശ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു. ദൈവത്തിൻ്റെ ദീർഘക്ഷമ, കരുണ, നിയമസ്നേഹം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം അപേക്ഷിച്ചത്. ദൈവം അവരോട് ക്ഷമിച്ചു, എങ്കിലും ശിക്ഷ തുടരുകയായിരുന്നു. ഇതൊരു വലിയ ദൈവശാസ്ത്ര സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമ ലഭിച്ചതുകൊണ്ട് ഭൂമിയിലെ എല്ലാ ഫലങ്ങളും നീങ്ങണമെന്നില്ല. ദൈവം പാപം ക്ഷമിക്കുന്നു, എന്നാൽ വിശുദ്ധിയിലേക്ക് നയിക്കാൻ തൻ്റെ ജനത്തെ അവൻ ശാസിക്കുകയും ചെയ്യുന്നു. ഇത്ര കഠിനമായ വിധിക്ക് ശേഷം സംഖ്യാപുസ്തകം 15 അതിശയകരമായി നമുക്ക് തോന്നാം. കാരണം ദൈവം ഉടൻ തന്നെ വാഗ്ദത്ത ദേശത്തിലെ ഭാവിയിലെ യാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് വലിയ പ്രത്യാശ നൽകുന്നു. ഒരു തലമുറ പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ നിയമോദ്ദേശം അവസാനിച്ചില്ല. ദൈവം ഇസ്രായേലിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല. പുതിയ തലമുറ ദേശത്ത് പ്രവേശിക്കും. ഈ അധ്യായം ആരാധനയിലും ദൈനംദിന ജീവിതത്തിലും അനുസരണത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. യാഗങ്ങൾ, അബദ്ധത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, നിയമബാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങൾ ദൈവം നൽകി. ശബത്തിൽ വിറക് ശേഖരിച്ച മനുഷ്യൻ്റെ സംഭവം ഇവിടെ കാണുന്നു. അവൻ ദൈവകൽപ്പനയെ തുറന്നു വെച്ച് ലംഘിച്ചു. ഇത് ദൈവജനങ്ങളിൽ വിശുദ്ധി ഐച്ഛികമല്ലെന്ന് കാണിക്കുന്നു. അധ്യായത്തിൻ്റെ അവസാനം വസ്ത്രത്തിൻ്റെ അരികുകളിൽ നീല ചരട് ധരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവകൽപ്പനകൾ ഓർക്കാനും വിശുദ്ധരായി ജീവിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ആത്മീയമായി ഇത് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തെ സ്ഥിരമായി ഓർത്ത് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. മനുഷ്യഹൃദയം എളുപ്പത്തിൽ അനുസരണത്തിൽ നിന്ന് അകന്നു പോകും. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിലും പ്രാർത്ഥന, വചനധ്യാനം, കൂട്ടായ്മ, ആരാധന, ദൈവസാന്നിധ്യത്തിലുള്ള ജീവിതം എന്നിവ വിശ്വാസികളെ ആത്മീയമായി സ്ഥിരതയോടെ നിലനിർത്തുന്നു. വിശുദ്ധി പുറംമൂടിയായ മതാചാരമല്ല, അത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജീവിതമാണ്. വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും മുൻഗണനകളിലും ദൈവസ്വഭാവം പ്രതിഫലിപ്പിക്കാനാണ് ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനം 90 സംഖ്യാപുസ്തകം 14-15 എന്നിവയുമായി വളരെ മനോഹരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മരുഭൂമിയിൽ ഒരു തലമുറ മുഴുവൻ നശിച്ചു പോകുന്നത് കണ്ട മോശയുടെ ദുഃഖവും വിനയവും ആത്മീയ ബോധ്യവും ഇതിൽ കാണാം. കർത്താവെ, തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശ ആരംഭിക്കുന്നത്. മനുഷ്യജീവിതം താൽക്കാലികമാണെങ്കിലും ദൈവം നിത്യനാണ്. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ നിത്യതയും മനുഷ്യൻ്റെ ദൗർബല്യവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു.
പാപം കാരണം മനുഷ്യജീവിതം ചെറുതും ബലഹീനവുമാണ്. മരുഭൂമിയിൽ ദൈവവിധിയിൽ ആയിരങ്ങൾ മരിക്കുന്നത് മോശ കണ്ടിരുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന വാക്യം ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവമുള്ളതാകുന്നു. അവിശ്വാസം കാരണം ഇസ്രായേൽ വർഷങ്ങൾ പാഴാക്കി. സങ്കീർത്തനം 90 പാപം ദൈവകോപവും ശിക്ഷയും വരുത്തുന്നു എന്നും അംഗീകരിക്കുന്നു. എന്നാൽ ഇത് നിരാശയിൽ അവസാനിക്കുന്നില്ല. കരുണ, സന്തോഷം, ദൈവകൃപ എന്നിവയ്ക്കായി മോശ പ്രാർത്ഥിക്കുന്നു. വിധിയും കൃപയും തമ്മിലുള്ള മനോഹരമായ സമതുലിതാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ശിക്ഷയുടെ നടുവിലും ദൈവം തൻ്റെ ജനത്തിൻ്റെ സങ്കേതമായി തുടരുന്നു. ഇന്നത്തെ വിശ്വാസികൾക്കായി സങ്കീർത്തനം 90 നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനത്തോടെയും നിത്യബോധത്തോടെയും ജീവിക്കണമെന്നാണ്. ലോകവിജയങ്ങളും സമ്പത്തും താൽക്കാലികമാണ്. ദൈവത്തിനായി ചെയ്യുന്നത് മാത്രമാണ് നിത്യമായിരിക്കുന്നത്. മരുഭൂമിയിലെ തലമുറ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവിക അത്ഭുതങ്ങൾ കണ്ടിട്ടും അവിശ്വാസം കാരണം ആത്മീയമായി പരാജയപ്പെടാം എന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ദിനംപ്രതി വിശ്വാസവും അനുസരണവും വിനയവും ദൈവാശ്രയവും വളർത്തണം. ഈ അധ്യായങ്ങളും സങ്കീർത്തനം 90 ഇന്നത്തെ വിശ്വാസികളോട് ശക്തമായി സംസാരിക്കുന്നു. ഭയത്തിലും അനിശ്ചിതത്വത്തിലും കഴിയുന്ന അനേകം ക്രിസ്ത്യാനികൾ ഇന്നുമുണ്ട്. ഇസ്രായേൽ പോലെ പലരും പ്രശ്നങ്ങളെയാണ് കാണുന്നത്, ദൈവ വാഗ്ദാനങ്ങളെ അല്ല. ദൈവം ഇന്നും തൻ്റെ ജനത്തെ വിശുദ്ധ ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത്. ലോകം അനുസരണക്കേടിനെയും ഒത്തുതീർപ്പിനെയും സാധാരണമാക്കുന്നുണ്ടെങ്കിലും ദൈവം തൻ്റെ ജനത്തെ വ്യത്യസ്തമായി ജീവിക്കാൻ വിളിക്കുന്നു. സങ്കീർത്തനം 90 ജീവിതത്തിൻ്റെ ചെറുപ്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ദിവസവും ആത്മീയ വളർച്ചയ്ക്കും ദൈവശുശ്രൂഷയ്ക്കും നിത്യതയ്ക്കുള്ള തയ്യാറെടുപ്പിനുമുള്ള അവസരമാണ്. ഈ ഭാഗങ്ങൾ ദൈവം വിശുദ്ധനും കരുണാനിധിയുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ തൻ്റെ മക്കളെ ശാസിക്കുമ്പോഴും അവരെ ഉപേക്ഷിക്കുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വാസികൾക്ക് പൂർണ്ണ അനുസരണത്തിൻ്റെ മഹത്തായ മാതൃക ലഭിക്കുന്നു. ഇസ്രായേൽ പരാജയപ്പെട്ടെടുത്ത് ക്രിസ്തു ജയിച്ചു. അവനിലൂടെ വിശ്വാസികൾക്ക് കൃപയും ക്ഷമയും വിശ്വാസത്തിൽ നടക്കാനുള്ള ശക്തിയും ലഭിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവിക വാഗ്ദാനങ്ങളിലും ദൈവവിളിയിലും പൂർണ്ണമായി വിശ്വസിക്കുന്നതിൽ നിന്ന് ഭയവും അവിശ്വാസവും എന്നെ തടയുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റേതാണെന്ന ബോധ്യത്തോടെ, ജ്ഞാനത്തോടെയും വിശുദ്ധിയോടെയും ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.